രാഷ്ട്രീയത്തിൽ വിജയങ്ങൾ പോലെ തന്നെ വെല്ലുവിളികളും സ്വാഭാവികമാണ്. എന്നാൽ പാലക്കാട് MLA നേരിടുന്ന വ്യക്തിപരമായ ആരോപണങ്ങൾ പാർട്ടിക്കും മുന്നണിക്കും വലിയ തലവേദനയാകുമെന്ന് കരുതിയ CPM-ന് മുന്നിലേക്ക് കോൺഗ്രസ് ചടുല തീരുമാനങ്ങൾ എടുത്തത് അതങ്ങ് വിട്ടി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുമ്പോൾ രാഹുൽ പാലക്കാട് മത്സരിക്കുമോ അതോ ഇല്ലയോ എന്നാണ് ഇനി അറിയാനുള്ളത്. നിലവിൽ രാഹുൽ കോൺഗ്രസിലെ ഒരു പ്രാഥമിക അംഗം പോലുമല്ല. കടുക്കനിട്ടവൻ പോയാൽ കാതിൽ കമ്മലിട്ടവൻ വരുമെന്നാണല്ലോ. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് പകരം സർപ്രൈസ് സ്ഥാനാർത്ഥിയെ ഇറക്കുവാനാണ് തീരുമാനം. രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ചാൽ തിരിച്ചടിയാകും എന്നാണ് വിലയിരുത്തൽ. മണ്ഡലത്തിൽ സർപ്രൈസ് സ്ഥാനാർത്ഥിയെ ഇറക്കുന്നതിലൂടെ വിവാദം മറികടക്കാൻ സാധിക്കുമെന്നും നേതൃത്വത്തിന്റെ പ്രതീക്ഷയുണ്ട്. വനിതയെ മത്സരിപ്പിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. പാലക്കാട് ജില്ലയിലെ ഒരു നേതാവിന് അവസരം നൽകണം എന്ന ആവശ്യം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി മുന്നോട്ട് വെച്ചു. ഷാഫി പറമ്പിലിന്റെ വിശ്വസ്തനായ രാഹുലിന് പകരമായിട്ട് പാലക്കാട് മണ്ഡലത്തിൽ ആര് വരണമെന്ന ചർച്ചകൾ ഇപ്പോൾ തന്നെ സജീവമാണ്. പ്രാദേശിക നേതാക്കൾക്കോ അല്ലെങ്കിൽ ജനസമ്മതിയുള്ള പുതിയ മുഖങ്ങൾക്കോ മുൻഗണന നൽകുവാനാണ് സാധ്യത. ജില്ലാ കോൺഗ്രസിന്റെ എതിർപ്പ് മറികടന്നായിരുന്നു രാഹുലിനെ മണ്ഡലത്തിൽ മത്സരിപ്പിച്ചത്. പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ടുവെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെച്ചിട്ടില്ല. 2 ലൈംഗിക അതിക്രമ കേസിലും മുൻകൂർ ജാമ്യം ലഭിച്ച രാഹുൽ നിലവിൽ മണ്ഡലത്തിൽ സജീവമാണ്. കേസിന് പിന്നാലെ തുടർച്ചയായി 38 ദിവസം ഒളിവിൽ കഴിഞ്ഞ രാഹുൽ ജാമ്യം കിട്ടിയതിന് പിന്നാലെയാണ് മണ്ഡലത്തിലെത്തി നിവേദനങ്ങൾ സ്വീകരിക്കുകയും ഔദ്യോഗിക ചുമതലകൾ നിർവഹിക്കുകയും ചെയ്തത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വേളയിലും രാഹുൽ മണ്ഡലത്തിൽ എത്തിയിരുന്നു. സ്ഥാനാർത്ഥികൾക്കായിട്ട് വോട്ട് തേടിയിരുന്നു. മുന്നണി നിയമസഭാ തെരഞ്ഞെടുപ്പ് ചർച്ചകളിലേക്ക് കടന്ന സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ പൂർണ്ണമായിട്ടും ഒഴിവാക്കുവാനാണ് തീരുമാനം. പക്ഷേ ഒന്നുണ്ട്, ചുരുങ്ങിയ കാലം കൊണ്ട് പാലക്കാടിന്റെ കൈകളിൽ രാഹുൽ മാങ്കൂട്ടം സുരക്ഷിതനായി മാറി എന്നുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും അയാൾ ഉണ്ടാക്കിയ ഓളം വോട്ടായി മാറിയിരുന്നു. മണ്ഡലത്തിൽ തനിക്കുള്ള വ്യക്തിപരമായ സ്വാധീനം ഉപയോഗിച്ച് സ്വതന്ത്രനായിട്ട് മത്സരിക്കാൻ അദ്ദേഹം തയ്യാറാകുമോ എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്. കൂടാതെ നിലവിൽ ഹൈക്കോടതിയുടെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള സംരക്ഷണം രാഹുലിനുണ്ട്. അത് 2026 ജനുവരി 7 വരെയാണ്. 2026 ഏപ്രിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന് മുൻപായിട്ട് കേസുകളിൽ അനുകൂലമായിട്ടുള്ള വിധി വന്നാൽ മാത്രമേ അദ്ദേഹത്തിന് സജീവ രാഷ്ട്രീയത്തിൽ തുടരുവാനാകൂ. 2024 ഉപതെരഞ്ഞെടുപ്പിൽ 18,000 വോട്ടുകൾ അധികം നേടിയാണ് രാഹുൽ വിജയിച്ചത്. എന്നാൽ ആരോപണങ്ങൾ വന്നതോടെ കോൺഗ്രസ് നേതൃത്വം അദ്ദേഹത്തെ പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞു. തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി വരുന്നത് പാർട്ടിയുടെ ഇമേജിനെ ബാധിക്കുമെന്ന് KPCC കരുതുന്നു. എല്ലാം കോടതി തീരുമാനിക്കട്ടെ എന്ന നിലപാടിലാണ് രാഹുലും ഇപ്പോഴുള്ളത്. മണ്ഡലത്തിൽ താൻ തുടരുമെന്ന് വോട്ട് ചെയ്യാൻ എത്തിയപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. എന്തായാലും എന്തായിരിക്കും ഇതിന്റെ ബാക്കി നമ്മൾ കണ്ടു തന്നെ അറിയണം.